എങ്ങനെയുണ്ട് ഇവിടെ നമുക്ക്? ഇവിടെ അടിപൊളിയാണ്. അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ്. വൈബുണ്ട്. അപ്പോൾ നാട്ടുവണ്ടിയിൽ യാത്ര തുടരുമ്പോൾ ഞങ്ങൾ വളരെ രസകരമായ ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന്. ആരോഗ്യ സംരക്ഷണത്തിനായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ എടുത്തിരിക്കുന്ന നടപടികൾ കണ്ടാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പയ്യന്നൂർ നഗരസഭയിലെ ഒരു ഫിറ്റ്നസ് സെൻ്ററിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഫിറ്റ്നസ് സെൻ്ററാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ? എങ്ങനെയാണ്? മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആണ്, 2 സെക്ഷൻ. മോർണിംഗ് 3 ബാച്ചസ് ഉണ്ട്, ഈവനിംഗ് 2 ബാച്ചസ്. എത്ര പേരാകെ ചെയ്യുന്നുണ്ട് രാവിലെ വൈകുന്നേരം വരെ? ഈവനിംഗ് ബാച്ചിൽ ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ. ഈവനിംഗ് 60 മെമ്പേഴ്സ് ഉണ്ട്. 60 മെമ്പേഴ്സ് ഉണ്ട്. രാവിലെ ഏകദേശം അത്രത്തോളം തന്നെ ഉണ്ടാകും അല്ലേ? ഉണ്ടാവും, 90 എല്ലാം ഉണ്ടാവും. ഇത് നഗരസഭയുടെ സംവിധാനമല്ലേ? അതെ അതെ. ഫീസ് ഈടാക്കുന്നുണ്ടോ നിങ്ങൾ? ഫീസ് 250 റുപ്പീസ് മന്ത്ലി. മന്ത്ലി. പുറത്ത് പോയാൽ ഒരു 3000-4000 രൂപയാവില്ലേ? ശരിക്കും ഞാനൊരു പുറത്ത് ജിമ്മിൽ ട്രെയിനറാണ്. അപ്പം നമ്മളവിടെയെല്ലാം 2000 ആണ്. 2000 ആണ് വാങ്ങുന്നത്. അതാണ് ഇവിടെ 250 രൂപയ്ക്ക് ചെയ്യുന്നത് അല്ലേ? ഇതും കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നല്ല ഒരു നമുക്കൊരു ആക്സിഡന്റ് പറ്റിയതാണ് കാലിന്. അപ്പം സ്റ്റീലാണ്. അപ്പോൾ അത് ഇപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കാലിന് നല്ല സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് തന്നെ. ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. നടുവേദന കുറവുണ്ട്. നഗരസഭയുടെ ഞാനൊരു കൗൺസിലറായിരുന്നു. അതപ്പോൾ നല്ല ഇടപെടൽ നടത്തിയിട്ട് ഇപ്പം നമ്മൾ ഈ വാർഡിൽ മാത്രമല്ല, കേരളത്ത് കുറേ വാർഡുകളിൽ, വെള്ളൂർ അങ്ങനെയുള്ള കുറേ വാർഡുകൾ, മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തന്നെ കുറേ വാർഡുകളിൽ ഇപ്പം ഇത് നടത്തി ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ നമുക്ക്? ഇവിടെ അടിപൊളിയാണ്. നല്ലതാണ്. ഇവിടെ വന്നതിന് ശേഷം ബോഡിയൊക്കെ ഒന്ന് മെന്റലി ഫിസിക്കലി ഫുള്ള് റിലാക്സ് ആയി സെറ്റായി. അതുകൊണ്ട് വളരെ സന്തോഷം. ഹാപ്പി. നല്ലൊരു എക്സ്പീരിയൻസ്. വൈബുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ പൈസക്ക് നഗരസഭ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം അങ്ങനെ അധികം ഇടങ്ങളെ കണ്ടിട്ടില്ല. ഇല്ല എവിടെയും കണ്ടിട്ടില്ല. നല്ലൊരു പരിപാടി, നല്ലൊരു ഇടപെടലായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും വളരെ നല്ലൊരു ഇത് തന്നെയാണ്. കാരണം ജിമ്മ് ഈ പരിസരത്തുള്ളവർക്ക് കൂടുതലായിട്ടും ആണുങ്ങൾ, മെൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ട്. വുമൻസിനായിട്ടൊരു ജിം ഈ നാട്ടിലില്ല. വലിയൊരു പൈസ. ഇത് അത്രയും നല്ലൊരു അഫോർഡബിൾ ആയ പൈസക്ക് നല്ല കോച്ച് പറഞ്ഞാൽ എസ്പെഷ്യലി ഭയങ്കര ഒരു നല്ലൊരാളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നഗരസഭ ഇങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ വനിതകൾക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരിക്കലും വലിയൊരു പൈസ കൊടുത്തിട്ട് ജിമ്മിൽ പോക്കൊന്നും നടക്കൂല. നല്ലൊരു കാര്യമാണ് ഇത്. എന്താ വെച്ചാൽ കുറേ സ്ത്രീകൾ എന്താ വെച്ചാൽ വീട്ടിലിരിക്കുന്നതും പിന്നെ ജോലിക്ക് പോകുന്നവരായാലും അവർക്ക് എവിടെയും പോകാൻ പറ്റാത്തതാണ് ഇത്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ തുടങ്ങിയോണ്ട് നമുക്ക് വെച്ചാൽ ഓരോരാളെ ടൈമിന് കണക്കായിട്ട് ഇപ്പോൾ രാവിലെ വരാൻ പറ്റുന്നവർക്ക് രാവിലെ, അതുപോലെ 9 മണി വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ടൈം ഓരോരോ മണിക്കൂറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്നവർക്ക് വരാൻ പറ്റുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ള ആളുകളുണ്ട്? ഏത് പ്രായത്തിലുള്ളവരുണ്ട്. റിട്ടയർഡ് ആയവരുണ്ട്. അങ്ങനെ പ്രായഭേദം തന്നെ. ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ട്. അങ്ങനെ നല്ലൊരു ഇടമാണ്. നല്ലൊരു ഒറ്റ കാര്യം കൂടി ചോദിക്കാം. അപ്പോൾ ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി പോവല്ലേ? അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ അതെല്ലാം ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് വേറിട്ട ഇടങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഏതായാലും ആരോഗ്യം സംരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരോഗ്യമുള്ള ശരീരം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതിനുള്ള വലിയ ഇടപെടലുകളാണ് ഇവിടെ പയ്യന്നൂർ നഗരസഭ നടത്തിയത്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കാഴ്ചകൾ ഇനിയും തുടരും. നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. നാട്ടുവണ്ടി വീണ്ടും മുന്നോട്ട്.